ശനിയാഴ്ച നോമ്പിന്റെ 8ാമത് പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വെള്ളിയാഴ്ച നോമ്പിന്റെ ഹദീസുകളാണ്. ഇത് തമ്മിൽ ചില ബന്ധങ്ങൾ കാണാൻ കഴിയും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഡേറ്റിന്റെ നോമ്പും ഡേയ്സിന്റെ നോമ്പും തമ്മിലുള്ള ട്രാക്കിലുള്ള വ്യത്യാസങ്ങളാണ്. അത് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നീട് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവില്ല. പക്ഷെ അത് സൊസൈറ്റി വല്ലാതെ അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സൗമി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ വിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു പറയുക നഅം, അതെ എന്ന് മാത്രമല്ല, വറബ് ഹാദൽ കഅബ് ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച ദിവസമാണ് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന്. ഈ ഒരു ഹദീസ് മാത്രം എടുത്തുകൊണ്ട് ഒരാൾ വ്യാഖ്യാനിക്കുകയാണ്. വെള്ളിയാഴ്ച ഒരു സുന്നത്തായ നോമ്പും പറ്റൂല, അറഫന്റെ നോമ്പ് പറ്റൂല, മുഹറമിന്റെ നോമ്പ് പറ്റൂല, ഒരു നോമ്പും പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? എങ്ങനെയുണ്ടാവും? അപ്പോ 6 നോമ്പ് പറ്റുമോ? പറ്റില്ല. മുഹറമിന്റെ 9ഉം 10ഉം പറ്റുമോ? പറ്റില്ല. ദൈനിന്റെ നോമ്പ് പറ്റുമോ? കഫാറത്തിന്റെ നോമ്പ് പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ നിരോധം കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കുമായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കാതെ പോകുമ്പോൾ നാം ചില അബദ്ധങ്ങൾ ചാടുകയാണ്. ശരിക്കും റസൂലുള്ളാഹി ഇവിടെ വിരോധിച്ചത് എന്താണ്? വെള്ളിയാഴ്ച എന്ന ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ഇബ്നു ഖുസൈമയും ഇമാം ഇബ്നു മാജയും ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിലും ഉദ്ധരിച്ച ഒരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅത്തി ഇല്ലാ യൗമൻ ഖബ്ല ഔ ബഅദ, വെള്ളിയാഴ്ചന്റെ മുമ്പോ പിമ്പോ നോമ്പില്ലാതെ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ വെള്ളിയാഴ്ചന്റെ മുമ്പ് നോമ്പില്ലേ? ഒരാൾ വാദിക്കുകയാണ്. വ്യാഴാഴ്ച നോമ്പില്ലേ? ശനിയാഴ്ച നോമ്പ് പാടില്ല എന്നെല്ലാം വാദിക്കുകയാണ്. അപ്പോഴെന്തായി? വീണ്ടും കൺഫ്യൂഷൻ ആക്കി. സത്യത്തിൽ അവിടെ പറയുന്നത് വെള്ളിയാഴ്ചയുടെ മുമ്പ് വ്യാഴാഴ്ച നോമ്പില്ലേ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് അതെങ്ങനെയാണ് എന്ന് നമ്മുടെ ഉമ്മയോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉമ്മ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈഹ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. വഹിയ സ്വാഇമ അസുംതി അംസ്, ഇന്നലെ നോമ്പ് നോറ്റോ? ഖാല ല. തുരീദീന അൻ തസൂമി ഗദൻ, നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാലത്ത് ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. ഫഫ്തിരി, എന്നാ പിന്നെ നോമ്പ് മുറിക്കണം. താങ്കൾ നോമ്പ് നോൽക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്, അപ്പൊ നോമ്പിലാണ് താങ്കൾ. പക്ഷെ താങ്കൾ ഇന്നലെ നോമ്പ് നോറ്റിട്ടുണ്ടോ? ഇല്ല. നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഡേയ്സിലാണ് ഡേറ്റിന്റെ നോമ്പ് വരുന്നത്. ഈ പറയുന്ന 1, 2, 3 ദിവസങ്ങളിലെ നോമ്പ് ഏതാ? അയ്യാമുൽ ബീദിന്റെ നോമ്പായിരിക്കും. 13, 14, 15 ദിവസത്തിലായിരിക്കും. 6 നോമ്പിന് വരാൻ പറ്റും. അതേ രൂപത്തിൽ മുഹറമിന്റെ 9ഉം 10ഉം വരാൻ പറ്റും. അല്ലെങ്കിൽ ദൈനിന്റെ നോമ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നോമ്പ് അങ്ങനെ വരാൻ പറ്റും. കഫാറത്തിന്റെ നോമ്പുകൾ കണ്ടിന്യൂസ് വരാൻ പറ്റും. അതേ രൂപത്തിൽ തന്നെ നെദറായിട്ടുള്ള നോമ്പുകൾ കണ്ടിന്യൂ വരാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഇതിലേക്ക് ഇൻക്ലൂഡ് ആകാൻ പറ്റും. ഇവിടെ എന്താണ് ഈ 3 ഹദീസുകളും നൽകുന്ന ഇൽമ്? നിരോധമുണ്ട്, പക്ഷേ ആ നിരോധം ഫർദായിക്കൊണ്ട് ഒറ്റപ്പെട്ട് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല. എന്നാൽ ഈ ഡേയ്സിലേക്ക് ഡേറ്റിന്റെ നോമ്പുകളായിട്ട് മുന്നേ പറഞ്ഞ ആ നോമ്പുകൾ കടന്നു വന്നാൽ ഈ നിരോധം മറ്റൊരു പാർട്ടിലേക്ക് മാറുകയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ,
ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്ന് ഒന്ന് ജുബൈർ റളിയല്ലാഹുവിനോട് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു കേട്ടതുമായ ഹദീസിൽ വെള്ളിയാഴ്ചക്ക് ശേഷം ശനിയാഴ്ച നോമ്പിനെ പറ്റിയാണ് പറയുന്നത്. ശനിയാഴ്ച ഒരു നോമ്പും പറ്റില്ല എന്ന വാദത്തെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ എന്നാണ് നമ്മുടെ സംശയം. സഹാബികൾ മനസ്സിലാക്കിയോ എന്നതാണ് നമ്മുടെ പഠനം. മനസ്സിലാക്കുക, റസൂലുള്ള തന്നെയാണ് പറയുന്നത് വെള്ളിയാഴ്ച നോമ്പിന്റെ കാര്യത്തിൽ ശനിയാഴ്ച നോമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ശനിയാഴ്ച ഒരു നോമ്പും പറ്റില്ല കേട്ടോ. കാരണം എന്താ? നേരത്തെ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹദീസ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈരി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോഴോ, നാളെ ശനിയാഴ്ചയാണ്, നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മുറിച്ചോ, നാളെ ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്നല്ല അവിടെ പറഞ്ഞു കൊടുത്തത്. അതേ രൂപത്തിൽ അബൂ റളിയല്ലാഹു കേട്ട ഹദീസിൽ എന്താ ഉള്ളത്? അതിന്റെ മുമ്പും പിറകിലും ആ ഹദീസ് ഒരുപാട് സനദിലൂടെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഹദീസുകളും അവിടെ ശനിയാഴ്ച ഉണ്ടെങ്കിൽ നോമ്പ് നോറ്റോളൂ, ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നില്ലെങ്കിൽ മുറിച്ചോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ശനിയാഴ്ച എന്ന ദിവസത്തിലേക്ക് ഡേറ്റിന്റെ നോമ്പുകൾ വന്നാൽ അവിടെ അതെടുക്കാം എന്നാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട സ്വഹീഹ് ആയ സനദിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതൊരു മനസ്സിലാക്കലാണ്. നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അതാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഇത് എനിക്ക് മനസ്സിലാകുന്ന ഇസ്തിംബാത്തിയായ വിഷയമാണ്. ഇത് സ്വഹീഹായിട്ട് ഞാൻ പറഞ്ഞ ഈ വീക്ഷണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഫദ്ലായിലാണ് എത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. അതല്ല എനിക്ക് ഖത സംഭവിച്ചിട്ടുണ്ട്, റബ്ബേ എനിക്ക് നീ പുറത്തു നൽകണമേ എന്ന് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ പറയാനുണ്ടായ കാരണം ഇങ്ങനെയാണ് വസ്തുതകൾ നീങ്ങുന്നത്. ഇസ്തിംബാത്തിയായിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്ക് അങ്ങനെയാണ് മനസ്സിലായത് എങ്കിലും നമുക്ക് വെള്ളിയാഴ്ച നോമ്പിന്റെ സ്വഹീഹ് ആയ റിപ്പോർട്ടുകൾ ബുഖാരിയും മുസ്ലിമും ഇബ്നു ഹിബ്ബാനും ഇബ്നു മാജയും മുസ്തദറക്കിലും എല്ലാം ഉദ്ധരിച്ച സ്വഹീഹ് ആയ സനദിലൂടെയുള്ളതും ജുബൈരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസും ജാബിർ എന്നുള്ള റിപ്പോർട്ടും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശനിയാഴ്ച ദിവസത്തിൽ തീയതികളിലൂടെ വരുന്ന നോമ്പുകളെ വന്നാൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, അത് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പ്രമാണത്തിനും എന്ന വാദത്തിനും ആണ് വാല്യൂ നൽകേണ്ടത് എന്നാണ്. അപ്പോൾ ശനിയാഴ്ച ഫർദായിക്കൊണ്ട് നോമ്പ് നോൽക്കാൻ പാടില്ല, വെള്ളിയാഴ്ച ഫർദായിക്കൊണ്ട് നോമ്പ് നോൽക്കാൻ പാടില്ല. അതാ വെള്ളിയാഴ്ച ദിവസം ഈദിന്റെ ദിവസമാണ്, അതേ രൂപത്തിൽ ശനിയാഴ്ചയും നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെ വരുന്ന, അതായത് തീയതികളിലൂടെ വരുന്ന മാസങ്ങളിൽ ദിവസങ്ങളിൽ ചേഞ്ചായി വരുന്ന നോമ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ 13, 14, 15 പോലെയുള്ള നോമ്പുകൾ വന്നാൽ, മുഹറമിന്റെ 9, 10 പോലുള്ള നോമ്പുകൾ വന്നാൽ, 6 നോമ്പ് വന്നാൽ, അതേ രൂപത്തിൽ കഫാറത്തിന്റെ നോമ്പുകൾ വന്നാൽ, ദൈനിന്റെ നോമ്പുകൾ വന്നാൽ, നെതിറിന്റെ നോമ്പുകൾ വന്നാൽ അതെല്ലാം ഡേറ്റിന്റെ നോമ്പുകളാണ്. അത് എന്തിന്റെ നോമ്പുകളല്ല? ഡേയ്സിന്റെ നോമ്പുകളല്ല. അവ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോൽക്കാം എന്നാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.